2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏത്? ഉത്തരം റബത്ത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആര്? വാലന്റീന തെരഷ്കോവ. വൈദ്യുതിയിൽ ഓടുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന് ഏത് നിറമായിരിക്കും? പച്ച നിറം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ടോട്ടോ ചാൻ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അൻവർ അലി. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. റിഗോലിത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 4. ഭാഷയിലെ താജ് എന്നറിയപ്പെടുന്ന കൃതി ഏത്? കണ്ണുനീർ തുള്ളി. കേരളത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തുലാവർഷം. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രം സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആര്? ബാലാമണിയമ്മ. മൊണാലിസ എന്ന വിഖ്യാത ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ള ലൂവ്ർ മ്യൂസിയം ഏത് നഗരത്തിലാണ്? ഉത്തരം പാരീസ്. 2024 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏത്? ഉത്തരം എറണാകുളം. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാര്? ഹാൻ കാങ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ദ്രോണാചാര്യ അവാർഡ് സമ്മാനിക്കുന്നത് ആർക്കാണ്? മികച്ച കായിക പരിശീലകർക്ക്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ ആര്? ജി ശങ്കരക്കുറുപ്പ്. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കടപ്പൂർ, കോട്ടയം ജില്ലയിലെ കടപ്പൂരിൽ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദൻ. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏത്? തിരുവനന്തപുരം. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. 100 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത്? ദൈവദശകം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിക്ഷേപ പദ്ധതി ഏത്? സുകന്യ സമൃദ്ധി യോജന. അടുത്തിടെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? ഉദയനിധി സ്റ്റാലിൻ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷമേത്? ഉത്തരം 1981. എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് പെഡോളജി? ഉത്തരം മണ്ണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ.
2024 ഒക്ടോബറിൽ മികച്ച ജില്ലയ്ക്കുള്ള ഭരണഭാഷാ അവാർഡ് നേടിയ ജില്ല ഏത്? പത്തനംതിട്ട. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വി അയ്യപ്പൻ. അന്താരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ആര്? സ്മൃതി മന്ദാന. കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെയും കോളേജുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർ സംവിധാനം ഏത്? റിപ്പ്. റിപ്പ് വാൻ വിങ്കിൾ എന്ന ചെറുകഥ രചിച്ചതാരാണ്? വാഷിംഗ്ടൺ ഇർവിംഗ്. 11ാമത് OB വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? കുഴൂർ വിൽസൺ. ഇന്ത്യൻ വന മഹോത്സവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? KM മുൻഷി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? മൈക്കൽ ഫാരഡെ. ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഏത് പേരിൽ അറിയപ്പെടുന്നു? സൻസദ് ഭവൻ. 2024 ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നു? ഉത്തരം മേപ്പാടി. മലബാർ വിപ്ലവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുമാരനാശാന്റെ കവിത ഏത്? ദുരവസ്ഥ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? എറണാകുളം. സ്കൂൾ കുട്ടികൾക്ക് ഹിന്ദി എളുപ്പത്തിൽ പഠിക്കുന്നതിന് കൈറ്റ് അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം E-Cube ഹിന്ദി ലാംഗ്വേജ് ലാബ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ വരുന്ന പുതിയ ടെർമിനലിന്റെ പേരെന്താണ്? ഉത്തരം അനന്ത. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? സുന്ദർലാൽ ബഹുഗുണ. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. രണ്ടാം മൂഴം എന്ന കൃതിയുടെ കർത്താവാര്? MT വാസുദേവൻ നായർ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത്? 1921. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ഫെബ്രുവരി 28. ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാര്യവട്ടം, തിരുവനന്തപുരം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ഉത്തരം മീനമാസത്തിലെ സൂര്യൻ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്? ഉത്തരം കുരുമുളക്. 1ാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആര്? KR ഗൗരിയമ്മ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഏത്? ഉത്തരം അൽഗോരിതങ്ങളുടെ നാട്. ലോകത്തിന്റെ ഫാൽക്കൺ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം നാഗാലാൻഡ്. കൊൽക്കത്ത നഗരം ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം ഹൂഗ്ലി നദി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? ബചേന്ദ്രി പാൽ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഉത്തരം മഗ്നീഷ്യം. കേരളത്തിൽ കുട്ടികൾക്കായി സർക്കാർ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഏക മാസിക ഏത്? ഉത്തരം തളിര്.